നടിമാരുടെ വെളിപ്പെടുത്തലുകൾ വെറും ഷോ ആണെന്നാണ് ഹേമ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നടി ശാരദ പറയുന്നത്. അമ്മ എന്ന സംഘടനയ്ക്ക് പിന്നിലെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചർച്ച ചെയ്യരുതെന്ന് ശാരദ പറയുന്നതിലെ ഔചിത്യം എന്താണ്? താരപകിട്ടുകളെല്ലാം മങ്ങിത്തുടങ്ങി. നേരും നെറിയും രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ചലച്ചിത്ര രംഗത്തുമില്ലെന്ന് വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പ്രതികരണങ്ങൾ പലതു വരുന്നുണ്ടെങ്കിലും എല്ലാവരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ നടി ശാരദ പങ്കുവച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായത് നല്ലതാണ്. പക്ഷേ റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ വെറും ഷോ ആണ്. എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണ്. അതല്ലാതെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിലൂടെ ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോലി ആവുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നു അത്രേ. തൻ്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു. അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വമായിരുന്നുവല്ലേ ഈ മറ സൃഷ്ടിച്ചത്? തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തുറന്നു പറയണമെന്നല്ലേ? പിന്നെ എന്തിനാണ് തുറന്നു പറഞ്ഞവർ ഷോ കാണിക്കുന്നതാണെന്ന് താരം പറഞ്ഞത്? എന്നാൽ വയനാടിനെ പറ്റി പറഞ്ഞത് ശരിയാണ്. നമ്മൾ താരങ്ങളുടെ ഈ കോളിളക്കങ്ങളുടെ പുറകെ പോകുമ്പോൾ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ഒരു നാടിനെ മറക്കാൻ പാടില്ല. വയനാടിനെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. എന്നാൽ അമ്മ എന്ന സംഘടന ബോധപൂർവം സൃഷ്ടിച്ച ഒരു മറയ്ക്കു പിന്നിലെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യരുത് എന്നാണോ? ഒന്നോ രണ്ടോ പേരല്ല ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത്. തനിക്കും നീതി ലഭിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ ദിനവും ഓരോരുത്തരും കരുത്തോടെ തങ്ങൾക്കു നേരിട്ട ദുരനുഭവങ്ങൾ പുറത്തു പറയുന്നത്. അതിനെപ്പറ്റി ശാരദാമ്മയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ബാക്കിയുള്ളവരും താല്പര്യപ്പെടേണ്ട എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? ഇങ്ങനെയൊക്കെയാണെങ്കിലും ശാരദാമ്മയ്ക്ക് ജസ്റ്റിസ് ഹേമയോട് പറഞ്ഞതോ റിപ്പോർട്ടിൽ എഴുതിയതോ ആയ കാര്യങ്ങൾ പോലും ഓർമ്മയില്ലത്രേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തനിക്ക് അറിയില്ലെന്നും തനിക്ക് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട്. താൻ 80ലേക്ക് കടക്കുകയാണ്. 5-6 വർഷം മുൻപ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ച് ഓർമ്മയില്ല. റിപ്പോർട്ടിനെ കുറിച്ച് ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നും ശാരദ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രളയത്തെയും കോവിഡിനെയും നേരിട്ട നമ്മൾ വയനാടിനെയും കൈവിടില്ല. എന്നാൽ ഇത്തരത്തിലൊരു ഗുരുതരമായ തെറ്റ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ വളരെയേറെ പ്രശ്നങ്ങളെ സിനിമാ താരങ്ങളിൽ നിന്നും അഭിമുഖീകരിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് വെക്കുന്നത് നല്ലതല്ല. ചർച്ച ചെയ്യപ്പെടേണ്ടത് ചർച്ചയ്ക്ക് വിധേയമാക്കുക തന്നെ വേണം. ഇനിയുള്ള യുവതലമുറയ്ക്കെങ്കിലും കലാരംഗത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. കലയെ സ്നേഹിക്കുന്നവർ, അഭിനയം സ്വപ്നമായി കണ്ടവർ ഭയമില്ലാതെ ധൈര്യത്തോടെ മുന്നേറാനുള്ള ഒരിടമാണ് ഒരുക്കേണ്ടത്.